GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. മലബാറിലുള്ള യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന് ഒമാന്റെ ബജറ്റ് എയർ വിമാനമായ സലാം എയറിന്റെ മസ്കറ്റ് കോഴിക്കോട് സർവീസിന് ഡിസംബർ 16 ശനിയാഴ്ച, അതായത് നാളെ തുടക്കമാകും. ഒക്ടോബർ 1 മുതൽ സലാം എയർ ഇന്ത്യൻ സെക്ടറിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നു. ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അനുവദിക്കുന്നതിലുള്ള പരിമിതി മൂലമാണ് സർവീസുകൾ നിർത്തുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. ഇത് പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസിന് നാളെ തുടക്കമാകുന്നത്. തിരുവനന്തപുരം, ഹൈദരാബാദ്, ജയ്പൂർ, ലഖ്നൗ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും മസ്കറ്റിൽ നിന്നും നേരിട്ടും സർവീസ് നടത്തും. മസ്കറ്റിൽ നിന്നും രാത്രി 10:30 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 3:20 കോഴിക്കോട്ടെത്തും. കോഴിക്കോട് നിന്നും ഡിസംബർ 17 മുതലാണ് മസ്കറ്റിലേക്ക് സർവീസ് ആരംഭിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050 444 2423. കുവൈത്തിൽ ലൈസൻസ് മാനദണ്ഡങ്ങൾ കർശനമാക്കി. നിബന്ധനകൾ പാലിക്കാത്ത 60,000 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ കഴിഞ്ഞ വർഷം പിൻവലിച്ചു. ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം തൊഴിൽ മാറുകയോ ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയോ ചെയ്തതിനെ തുടർന്നാണ് നടപടിയെന്ന് പ്രാദേശിക മാധ്യമമായ അൽ സിയാസ റിപ്പോർട്ട് ചെയ്തു. 2020 500,000, 2021 88,925, 2022 100,000 പ്രവാസി ലൈസൻസുകൾ റദ്ദാക്കിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. 4 വർഷത്തിനിടയിൽ 3 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് രാജ്യത്ത് റദ്ദാക്കിയത്. ഇത്തരക്കാർ വീണ്ടും കുവൈത്തിലെത്തിയാൽ പുതിയ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.